ജെറ്റ് വിമാനങ്ങൾ പോകുമ്പോൾ ആകാശത്തൊരു വെളുത്ത വര അവശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് കാരണമെന്താണെന്ന് നോക്കാം. ജെറ്റ് വിമാനങ്ങളും സാധാരണ വിമാനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസമെന്തെന്നാൽ എഞ്ചിന്റെ വ്യത്യാസമാണ്. സാധാരണ വിമാനങ്ങളിൽ പ്രൊപ്പല്ലർ എഞ്ചിൻസാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ജെറ്റ് എഞ്ചിനിൽ പ്രൊപ്പല്ലറിന് പകരം ടർബൈനാണ് ഉപയോഗിക്കുന്നത്. ജെറ്റ് എഞ്ചിനുകളാണ് അതിവേഗത്തിൽ പറക്കുന്ന, കൂടുതൽ ദൂരം പറക്കേണ്ട വലിയ യാത്രാവിമാനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത്. ജെറ്റ് വിമാനങ്ങൾ മാത്രം ആകാശത്ത് വെളുത്ത വരകൾ അവശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആകാശത്ത് നമ്മൾ കാണുന്ന ഈ വെളുത്ത വരകളെ കോൺട്രെയിൽസ് എന്നാണ് പറയുന്നത്. ഇത് കോണ്ടൻസേഷൻ ട്രെയിൽസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ജെറ്റ് എഞ്ചിൻ ഇന്ധനം കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ചൂടുള്ള വാതകങ്ങൾ പുറത്തുവരുന്നു. ഈ വാതകങ്ങളിൽ വലിയ അളവിൽ ജലബാഷ്പം അടങ്ങിയിട്ടുണ്ട്. സാധാരണയായി ഒരു യാത്രാവിമാനം ഏകദേശം 8 മുതൽ 12 കിലോമീറ്റർ ഉയരത്തിലാണ് പറക്കുന്നത്. ഈ ഉയരത്തിൽ അന്തരീക്ഷത്തിലെ താപനില ഏകദേശം -40°C താഴെയായിരിക്കും. ജെറ്റ് എഞ്ചിനിൽ നിന്ന് പുറത്തുവരുന്ന ചൂടുള്ള നീരാവി ഈ അതിശീതളമായ അന്തരീക്ഷ വായുവുമായി കൂടിച്ചേരുമ്പോൾ അത് വളരെ വേഗത്തിൽ തണുത്തുറയുന്നു. തണുത്തുറഞ്ഞ ഈ നീരാവി ചെറിയ ചെറിയ ഐസ് ക്രിസ്റ്റലുകളായി മാറുന്നു. ഈ ഐസ് ക്രിസ്റ്റലുകളാണ് നമ്മൾ വെളുത്ത വരകളായി കാണുന്നത്. പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ സാധാരണ കാണുന്ന പാസഞ്ചർ ഫ്ലൈറ്റുകൾ ജെറ്റുകൾ തന്നെയാണ്. അവ പറക്കുന്നത് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകാൻ ആവശ്യമായ ഹ്യൂമിഡിറ്റിയുള്ള അന്തരീക്ഷ പാളിയിലൂടെ അല്ലാത്തതിനാലാണ് കോൺട്രെയിൽസ് കാണാത്തത്.